നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2026-ൽ അധികാരം പിടിക്കാൻ കൊണ്ടുപിടിച്ചോടി നടക്കുകയാണ് കോൺഗ്രസ്. പിണറായി കൂട്ടരെ അടിച്ചിരുത്താൻ കണ്ണിൽ കാണുന്ന ഏതു വിഷയവും എടുത്തിട്ട് കത്തിക്കുന്നു. എന്നാൽ ഇവിടുത്തെ ജനങ്ങളുടെ, വിശ്വാസികളുടെ ഒരേ ഒരു ആവശ്യം മാത്രം കണ്ടില്ലെന്ന് നടിക്കുകയാണ് കോൺഗ്രസും UDF-ഉം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായത് രമേശ് ചെന്നിത്തലയുടെ ചില വെളിപ്പെടുത്തലുകളായിരുന്നല്ലോ. കേരളം ഞെട്ടുന്ന സത്യങ്ങളായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് പൊട്ടിച്ചത്. അത് മുറുകെ പിടിച്ച് ഒരു പ്രതിഷേധത്തിനോ ശക്തമായ ഒരു സമരത്തിനോ പ്രതിപക്ഷം ആർജവം കാണിക്കുന്നില്ല. എന്തുകൊണ്ട്? ശബരിമല കൊള്ള കേരളത്തിലെ വിശ്വാസികളെ മുറിവേൽപ്പിച്ച വിഷയമാണ്. അതിൽ ഇടപെടാൻ പോലും കോൺഗ്രസ് തയ്യാറാകുന്നില്ല. കേരളം പിടിക്കാൻ ഞങ്ങൾ ഫിറ്റാണെന്നും പറഞ്ഞ് നേതാക്കന്മാർ വ്യായാമം ചെയ്യുന്നതാണ് വാർത്തകളിൽ നിറയുന്നത്. അത്രയും എന്ത് കണ്ടിട്ട് ജനം നിങ്ങൾക്ക് വോട്ട് ചെയ്യണം? അതുകൂടി കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കണം. CPM-ന് വാരിക്കുഴി തോണ്ടി അയ്യപ്പൻ നേരെ കോൺഗ്രസിലേക്ക് എന്ന് വിശ്വാസികൾ പോലും പറയുന്നു. ശബരിമല വെച്ച് കളിച്ചവന്മാർക്കെല്ലാം അയ്യപ്പൻ തന്നെ പണി കൊടുക്കുമെന്ന്. ചെന്നിത്തല ഉയർത്തിക്കാണിച്ച ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ തീവ്രത ഏറ്റുപിടിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകാത്തതിന് കാരണം നെറികെട്ട രാഷ്ട്രീയ കളിയാണ്. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ചെന്നിത്തലയുടെ ഉഗ്രൻ നീക്കമായിരുന്നു SITക്ക് മുൻപിൽ മൊഴി കൊടുത്തത്. അതും ഒരു വ്യവസായിയെ കൊണ്ടുവന്ന് മൊഴി കൊടുപ്പിക്കുകയും ചെയ്തു. ചെന്നിത്തലയും മൊഴി കൊടുത്തു. പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് ചെന്നിത്തല കൊണ്ടുപോകാതിരിക്കാനാണ് മറ്റ് നേതാക്കളൊക്കെ ശരിക്കങ്ങ് അറിഞ്ഞു കളിച്ചത്. അതായത് ചെന്നിത്തല ഉയർത്തിവിട്ട വിഷയം ഒന്ന് കത്തിച്ചു വിടാൻ പോലും പ്രതിപക്ഷം തയ്യാറാകാതെ മാറി നിന്നതിന് കാരണം ഇതൊന്നു മാത്രമാണ്. അതുകൊണ്ടാണ് പ്രത്യക്ഷ സമരങ്ങളിൽ നിന്ന് പൊടുന്നനെ കോൺഗ്രസ് അങ്ങ് പിൻവാങ്ങിയത്. ശബരിമല കൊള്ളയിൽ കോൺഗ്രസിലെ ഈ കാലുവാരൽ ബോധ്യപ്പെട്ട പിണറായി കൃത്യമായി ആ അവസരം വിനിയോഗിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ചിത്രം വലിച്ചു പുറത്തിട്ട് കോൺഗ്രസിനെ കടന്നാക്രമിച്ചു. അടൂർ പ്രകാശിന് പോറ്റിയുമായി എന്താണ് ബന്ധം എന്ന ചോദ്യം ഉന്നയിച്ചു. അണ്ണാക്കിലെ പിരിവെട്ടിപ്പോയി കോൺഗ്രസിന്. രമേശ് ചെന്നിത്തല മാത്രമാണ് ശബരിമല വിഷയത്തിൽ ശക്തമായി പ്രതിപക്ഷ നിരയിൽ നിന്ന് സംസാരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് എനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഇതൊരു നിയോഗം പോലെയാണ് ഞാൻ കാണുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഒരു പ്രവാസി വ്യവസായിയാണ് സ്വർണ്ണക്കൊള്ളയിൽ നിർണായക വെളിപ്പെടുത്തലുകൾ ചെന്നിത്തലയോട് നടത്തുന്നത്. തനിക്ക് ചില മൊഴികൾ SITക്ക് മുൻപിൽ കൊടുക്കാനുണ്ടെന്ന് ചെന്നിത്തല പിന്നീട് പറഞ്ഞു. എന്നാൽ മൊഴിയെടുക്കാതെ SIT ഉൾവലിയുന്നതായിരുന്നു പിന്നീട് കേരളം കണ്ടത്. അതിലൊരു പ്രതിഷേധം നടത്താൻ പ്രതിപക്ഷം ആർജവം കാണിച്ചില്ല. കാരണം ക്രെഡിറ്റ് ചെന്നിത്തല കൊണ്ടുപോയാലോ, അഥവാ ഭരണം കിട്ടിയാൽ ചെന്നിത്തല മുഖ്യമന്ത്രി കസേര പിടിച്ചാലോ എന്നുള്ള നെറികെട്ട കളി. ശബരിമല വെച്ചും രാഷ്ട്രീയം കളിക്കുന്ന ഈ കോൺഗ്രസിനെ പറയാതെ മറ്റ് നിവർത്തിയില്ല. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഈ വിഷയങ്ങൾ അത്രയും. ചെന്നിത്തല ഇത്രയും വലിയൊരു അവസരം പ്രതിപക്ഷത്തിന് ഇട്ടുകൊടുത്തിട്ടും അതൊന്ന് ഏറ്റുപിടിക്കാൻ കഴിവില്ലാതെ ഇവർ മാറി നിൽക്കുന്നത് രാഷ്ട്രീയ കളി കളിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അവരവർക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കാൻ ഈ കേരളത്തിലെ ജനങ്ങളുടെ വിഷയങ്ങൾ പോലും ഒന്ന് കാണുന്നില്ല പ്രതിപക്ഷം. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ വോട്ട് നൽകേണ്ടത്? ജനങ്ങൾ ചോദിക്കുന്നത് കൃത്യമായ ചോദ്യമാണ്. ശബരിമലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒരു ക്ഷേത്രം മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. അതിൽ ഭരണകൂടത്തിനും ആ ഭരണകൂടത്തെ നയിക്കുന്ന പാർട്ടിക്കും കൃത്യമായ പങ്കുണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന ഓരോ പരാമർശങ്ങൾ അതിന് സാധുത പകരുകയും ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ ഒരു പ്രതിഷേധത്തിന് തയ്യാറാകാതെ കോൺഗ്രസ് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ഇനി മറ്റൊരു പേടി കോൺഗ്രസിനെ പിടികൂടിയിട്ടുണ്ടോ? അടൂർ പ്രകാശിന് മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ പോറ്റിയുമായുള്ള ബന്ധം തങ്ങൾക്ക് ഏണിയാകുമെന്നുള്ളത് കൊണ്ട് ശബരിമല വിഷയത്തിൽ നിങ്ങൾ മിണ്ടാത്തതാണോ എന്നും ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇതിനൊക്കെ കോൺഗ്രസ് തന്നെ മറുപടി പറയണം. ഇത് ടീം UDF തടുക്കാൻ ഒരുത്തരും കഴിയില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ ചാടി ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. അവരുടെ ഡയലോഗാണിത്. 90 സീറ്റ് പിടിക്കുമെന്ന എണ്ണവും വണ്ടവും ഒക്കെ പറഞ്ഞ് ഇവർ കളം നിറയുന്നു. ഇപ്പോൾ കേരളം പിടിക്കാൻ ഞങ്ങൾ ഫിറ്റ് എന്ന് കാണിക്കാൻ നേതാക്കന്മാരുടെ വ്യായാമ വീഡിയോകളും മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം നിറയുന്നത് ഇതാണ്. VD സതീശന്റെ പ്രഭാത സവാരി, KCയുടെ ട്രെഡ്മിൽ അഭ്യാസം, രമേശ് ചെന്നിത്തലയുടെ സൂംബ ഡാൻസ്, KPCC പ്രസിഡന്റിന്റെ കായിക അഭ്യാസം. 2026-ൽ അധികാരം ഉള്ളം കയ്യിലെന്ന് ഇവർ തന്നെ അങ്ങ് പറയുകയാണ്. ഇജാതി തോൽവികൾ ലോകത്ത് വേറെ കാണില്ല. നിങ്ങളെ ജനം ചിരിച്ചു തള്ളുകയാണ് ഇമ്മാതിരി കോമാളിത്തരങ്ങൾ കാണിക്കുന്നതുകൊണ്ട്.
എന്തെല്ലാം പ്രഹസനങ്ങളാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? കേരളത്തെ ബാധിക്കുന്ന വിഷയത്തിൽ 2 വാക്ക് പറയാനോ പ്രതിരോധിക്കാനോ പ്രതിഷേധിക്കാനോ കഴിവില്ലാത്തവരാണ് വ്യായാമം നടത്തി കാണിച്ച് ഭരണം ഞങ്ങളെ അങ്ങ് ഏൽപ്പിക്കൂ എന്ന് പറയുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് PR വർക്ക് തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. പിണറായി വിജയന്റെ PR വർക്കിനെതിരെ ഡയലോഗ് അടിച്ച ടീംസാണ് ഇപ്പോൾ PR വർക്കിൽ മതിച്ചു പുളയ്ക്കുന്നത്. 2026 അധികാരം കിട്ടിയാൽ അത് നിങ്ങളുടെ കേമത്തം കൊണ്ടൊന്നുമല്ല, മറിച്ച് ജനങ്ങളുടെ ഔദാര്യമാണ്. പിണറായി ഭരണത്തിൽ മടുത്ത് ജനം നൽകുന്ന വെറും ഔദാര്യം മാത്രം. ഈ കോൺഗ്രസിന്റെയും CPMന്റെയും പിടിപ്പുകേടുകൾക്ക് ഒരു വഴിക്കൂടെ തലപൊക്കി വരികയാണ് BJP. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. നിയമസഭയിൽ സീറ്റുകൾ പിടിച്ചാൽ അതിന്റെ ഒരേ ഒരു കാരണക്കാർ ഈ CPMും കോൺഗ്രസും മാത്രമായിരിക്കും. പേടിച്ചു പോയെന്ന് പറഞ്ഞേക്കാൻ പറ. VD സതീശന്റെ ഫ്ലെക്സ് ബോർഡ് കേരളത്തിൽ പലയിടത്തായിട്ട് ഉയർന്നിട്ടുണ്ട്. പിണറായിക്ക് നേരെയുള്ള മറുപടിയാണിത്. നാളിതുവരെ പിണറായിയെ വെള്ളം കുടിപ്പിച്ചൊരു ചോദ്യം ചോദിക്കാൻ കെൽപ്പില്ലാതിരുന്ന സതീശനാണ് ഇപ്പോൾ ഫ്ലെക്സ് ബോർഡ് വെച്ച് കേമത്തം കാണിക്കുന്നത്. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് എന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട, പേടിച്ചു പോയെന്ന് പിണറായി വിജയനോട് പോയി പറഞ്ഞേക്ക് എന്ന സതീശന്റെ പരിഹാസം നിറഞ്ഞ പ്രതികരണം അന്ന് വലിയ വാർത്തയായിരുന്നു. ഇതേ ഫ്ലെക്സുകൾ കേരളത്തിൽ ഇപ്പോൾ ഉയരുകയാണ്. മുഖ്യമന്ത്രി പിണറായിയെ വെല്ലുവിളിക്കുകയാണ് സതീശൻ. ഇതോടെ പുനർജനിയിൽ CBI അന്വേഷണം വരുമോ എന്നതാണ് ഉയരുന്ന ഒരു ചോദ്യം. തനിക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ സംസാരിക്കുന്നത് നിശബ്ദമാക്കാനാണ് ഇത്തരം നീക്കങ്ങളെന്നും VD സതീശൻ വാദിച്ചു. സർക്കാരിനെതിരെ താൻ നടത്തുന്ന പോരാട്ടങ്ങളിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്ന ശക്തമായ മുന്നറിയിപ്പായിരുന്നു VD സതീശന്റെ വാക്കുകൾ. അതുതന്നെയാണ് ഫ്ലെക്സിലും നിറഞ്ഞിരിക്കുന്നത്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഉയർന്നിട്ടുള്ള വിവാദം കേരള രാഷ്ട്രീയത്തിൽ വലിയ തർക്കങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. 2018 പ്രളയത്തിന് ശേഷം പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പുനർജനി പദ്ധതിക്കായി വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചതിൽ FCRA നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നതാണ് പ്രധാന ആരോപണം. ചാലക്കുടി സ്വദേശിയുടെ പരാതിയെ തുടർന്ന് VD സതീശനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുമതി നൽകിയതോടെയായിരുന്നു ഈ വിഷയം അങ്ങ് സജീവമായത്. പക്ഷേ പുനർജനി വിഷയത്തിൽ സതീശൻ ഇനിയും തടി ഊരിയിട്ടില്ലല്ലോ. പറവൂരിൽ വീട് വെച്ചു കൊടുക്കാൻ വിദേശ ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട്, അതുള്ളതാണ്. പക്ഷേ സതീശന്റെ അക്കൗണ്ടിലേക്ക് ആ പണം വന്നിട്ടില്ല എന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷേ മണപ്പാട്ടിൽ ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. ഇവരുമായി സതീശനുള്ള ബന്ധം ആർക്കാണ് അറിയാത്തത്? എന്നിട്ടാണ് ഊച്ചാളിത്തരം കാണിച്ച് സതീശൻ ആളാകാൻ നോക്കുന്നത്. അല്ലെങ്കിൽ തന്നെ പാർട്ടിയിലെ ഒട്ടുമിക്കാൽ പ്രത്യേകിച്ച് യുവ നേതാക്കൾക്കും അതുപോലെ തന്നെ യുവ പ്രവർത്തകർക്കും, കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും, യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ പ്രവർത്തകർക്ക് VD സതീശനെ കണ്ടുകൂടാ. അവർക്കിപ്പോഴും കലിപ്പാണ് VD സതീശനോട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുടുക്കാൻ മുന്നിൽ നിന്ന് കളിച്ചത് VD സതീശനാണ് എന്നുള്ള ചൊരുക്ക് ഈ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു അവസരം നോക്കിയിരിക്കുകയാണ് VD സതീശനിട്ട് പണി കൊടുക്കാൻ. എന്തായാലും ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അതിശക്തമായി തന്നെ കോൺഗ്രസ് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലൊന്നും 2 വാക്ക് പറയാൻ ഇവർ തയ്യാറാകുന്നില്ല. മറിച്ച് നേതാക്കൾ ഏതൊക്കെ വകുപ്പുകൾ വേണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തന്നെ തർക്കം തുടങ്ങിയിട്ടുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിലെത്താനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെന്നും തെരഞ്ഞെടുപ്പിന് 3 മാസം മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. സുൽത്താൻ ബത്തേരിയിൽ നടന്ന KPCCയുടെ ലക്ഷ്യ 2026 നേതാക്കളുടെ ഉച്ചകോടിക്ക് പിന്നാലെയായിരുന്നു KCയുടെ പ്രതികരണം. ജനുവരി അവസാനത്തോടെ ഏതാനും സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും ഫെബ്രുവരി മാസത്തോടെ എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയ നടപടികൾക്ക് തുടക്കമിട്ടതായും മധുസൂദൻ മിശ്രയുടെ അധ്യക്ഷതയിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ഉടൻ കേരളത്തിലെത്തി പ്രാഥമിക ചർച്ചകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള എതിരാളികളുടെ പ്രചാരണങ്ങളെ തള്ളി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസ് വലിയ ഐക്യം പ്രകടിപ്പിക്കുമെന്നും ലക്ഷ്യ 2026 ഉച്ചകോടി അതിന് കരുത്തു പകർന്നിട്ടുണ്ടെന്നും വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. സർക്കാരിനെതിരായ ജനവികാരം പൂർണ്ണാർത്ഥത്തിൽ വോട്ടാക്കി മാറ്റുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് ക്യാമ്പയിൻ പ്ലാൻ രൂപീകരിച്ചിട്ടുണ്ട്. ബൂത്ത് തലത്തിൽ കമ്മിറ്റികൾ സജ്ജമാക്കിക്കൊണ്ടും പാളിച്ചകളും പാകപ്പിഴകളും മറികടന്നുകൊണ്ടും പാർട്ടി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമെന്നും KC പറഞ്ഞു. പുതിയ കാലത്തിനനുസരിച്ച് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള കോൺഗ്രസിന്റെ മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ്
ഈ നിർണായക തീരുമാനങ്ങൾ എന്നത് രാഷ്ട്രീയ വൃത്തങ്ങൾ ശ്രദ്ധയോടെയാണ് കാണുന്നത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയം ഈ മാസം പകുതിയോടെ പൂർത്തിയാക്കി പ്രചാരണത്തിൽ മുൻതൂക്കം നേടാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ്. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിൽ തീർപ്പാക്കി. ജനുവരി 15-ന് ശേഷം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനാണ് നീക്കം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രഖ്യാപന കാലതാമസം പ്രചാരണത്തെ ബാധിച്ചുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ നേരത്തെ രംഗത്തിറങ്ങാൻ തീരുമാനിച്ചത്. UDFന്റെ കേരള ജാഥയ്ക്ക് മുൻപ് തീരുമാനമുണ്ടാകും. മിക്കവാറും എല്ലാ സിറ്റിംഗ് MLA-മാരും മത്സരിക്കും. മുതിർന്ന നേതാക്കളെ ജയസാധ്യത പരിഗണിച്ച് സ്ഥാനാർത്ഥികളാക്കും. പകുതി സീറ്റുകളിൽ യുവാക്കളെയും വനിതകളെയും ഉൾപ്പെടുത്തുക എന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം നടപ്പാക്കുന്നതിനൊപ്പം പുതുമുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനും കോൺഗ്രസ് ലക്ഷ്യമിടുന്നുണ്ട്. നിലവിലെ MLA-മാരിൽ ഭൂരിഭാഗം പേരും വീണ്ടും മത്സരിക്കുമെങ്കിലും പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പുതിയ പകരക്കാരെ കണ്ടെത്തേണ്ടതുണ്ട്. മുൻ KPCC പ്രസിഡന്റുമാരായ K. സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ തുടങ്ങിയവരുടെ പേരുകൾ സ്ഥാനാർത്ഥി ചർച്ചകളിൽ സജീവമാണെങ്കിലും MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ നിലപാട് നിർണായകമാകും. എന്തായാലും 2026 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അത്യുത്സാഹത്തിലാണ് കോൺഗ്രസ് ഇപ്പോഴുള്ളത്. അതായത് അവരുടെ വിശ്വാസം ജനങ്ങൾ തങ്ങൾക്ക് അധികാരം കയ്യിൽ കൊണ്ടുവച്ചു തരും എന്നുള്ളതാണ്. എന്തായിരിക്കും ജനങ്ങൾ കാത്തുവച്ചിരിക്കുന്ന മറുപടി എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.